ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ്, കുറേ ക്വസ്റ്റ്യൻ ഇട്ടതിൽ നമുക്കെല്ലാം ചെയ്തു നോക്കാം. എ മൈനസ് ബി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രൂവ് ദാറ്റ് എ മൈനസ് ബി മൈനസ് സി 2a 2b b minus c minus a 2b 2c c minus a minus b. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഓൾ ക്യൂബ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി ആൻസർ കിട്ടത് കൊണ്ട് ഇത് മൊത്തം അങ്ങ് ആഡ് ചെയ്തു. ഈ ഒരു ടേം ഉണ്ടാവും. എ പ്ലസ് ബി പ്ലസ് സി second row ഇനി ഫസ്റ്റ് റോയിൽ നിന്ന് എ പ്ലസ് ബി പ്ലസ് സി കോമൺ എടുക്കാം. ഇനി ഇത് രണ്ടും 0 ആക്കാം. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു 1 2b 2c 0. ഇത് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് എ മൈനസ് ബി മൈനസ് സി, മൈനസ് കോമൺ എടുക്കാൻ എ പ്ലസ് ബി പ്ലസ് സി. മൈനസ് എ മൈനസ് ബി മൈനസ് സി, മൈനസ് കോമൺ എടുക്കാൻ എ പ്ലസ് ബി പ്ലസ് സി. ഫസ്റ്റ് റോ യൂസ് ചെയ്തിട്ട് ഡിറ്റർമിനൻ്റ് കാണും. 1 ഇൻറ്റു ബാക്കി എല്ലാ എലമെൻറ്റും 0 ആവും. ബാക്കിയുള്ള എലമെൻ്റൊക്കെ 0 ആവും. ഇത് വെച്ച് 0, ഇത് വെച്ച് 0. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് മൈനസ് മൈനസ് പ്ലസ്
ഹോൾ ക്യൂബ് എന്ന് കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാറ്. എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Prove that ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത് പ്രൂവ് ദാറ്റ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു ഇത് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അഥവാ എക്സസൈസിലൊക്കെ ചെയ്യാത്ത ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുള്ളൂ കയറി വന്നാൽ. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ആദ്യം ഫസ്റ്റ് റോയിൽ നിന്ന് എ ഔട്ട് സൈഡ് എടുക്കാം. സെക്കൻഡ് റോയിൽ നിന്ന് ബി ഔട്ട് സൈഡ് എടുക്കാം. തേർഡ് നിന്ന് സി. ഇനി ഇത് റോന്നല്ല എടുത്ത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താനും വേണ്ടി ഈ ഏനെ ഫസ്റ്റ് കോളത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കോളത്തേക്ക് ഏനെ മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡ് കോളത്തേക്ക് ബീനെ മൾട്ടിപ്ലൈ ചെയ്യാം. സിനെ ഇനി നമുക്ക് ഈ ഒരു ഇത് കിട്ടാനും വേണ്ടി മൊത്തം കോളങ്ങ് ആഡ് ചെയ്യാം. ഡിറ്റർമിനന്റ് ഫസ്റ്റ് കോളത്തിൽ നിന്ന് ഇത് ഔട്ട്സൈഡ് എടുക്കും.
അടുത്ത സ്റ്റെപ്പ് ഇത് രണ്ടും 0 ആക്കുക. ഒരു ടേം കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്ത്. ഇനി ഇത് ഇങ്ങനെ വന്നാൽ ഇത് രണ്ടും 0 ആക്കുക. അതിന് എന്താണ് ആ ഓപ്പറേഷൻ ചെയ്യാം. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 1 ഇൻറ്റു ഫസ്റ്റ് കോളം വെച്ച് ചെയ്താൽ മതി. ഇതിനെ ഡിറ്റർമിൻ 1 ഇൻറ്റു 1 1. വൺ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. മനസ്സിലായെന്ന് വിചാരിക്കും. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ട് ക്വസ്റ്റ്യനോട് ചെയ്തിട്ട് ഇതാണ് അടുത്ത ടോപ്പിക്കിലോട്ട് പോകണം. ഇതും പ്രൂവ് ദാറ്റ് തന്നെ. ഇത് പ്രൂവ് ചെയ്യണം. ഇത് ഈക്വൽ ടു ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. സിമ്പിളായിട്ട് ചെയ്യാം. നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് പെട്ടെന്ന് 1 മൈനസ് എസ് ക്യൂബ് കിട്ടാൻ R1 മൈനസ് എക്സ് ഇൻറ്റു R2 1 മൈനസ് എസ് ക്യൂബ് ആ ഒരു ടേം കിട്ടും. അപ്പോൾ R1 മൈനസ് എക്സ് ഇൻറ്റു R2 ചെയ്താൽ മതി. അപ്പോൾ വൺ മൈനസ് എക്സ് ക്യൂബ് 1 മൈനസ് എക്സിൻ്റെ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് 0 എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു എക്സ് 0. ഇനി ഒരൊറ്റ എലമെന്റ് വെച്ച് ഡിറ്റർമിനൻ്റ് കണ്ടാൽ മതി. വൺ മൈനസ് എസ് ക്യൂബ് ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 1 മൈനസ് എസ് ക്യൂബ്. ബാക്കിയുള്ള 0 ആണ്, 0 ആയി പോകും. അപ്പോൾ 1 മൈനസ് എസ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് ഏകദേശം ഈ ഒരു ഏരിയ വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഡിറ്റർമിനൻ്റിലെ അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിളാണ്. അടുത്ത പറയാൻ പോകുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളുടെ ഏരിയ കാണാം ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്യും. നോക്കാം.
നോക്കാം area of the triangle. ABC are the vertices of a triangle if Ax1 y1, Bx2 y2, Cx3 y3 are the vertices of a triangle. Then x1 y1 x2 y2 x3 y3 ഒരു ട്രയാങ്കിളുടെ വെർട്ടിസസ് ആണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. അപ്പോൾ നമ്മൾ വെർട്ടെക്സ് തന്നാൽ ഏരിയ കാണാനും വേണ്ടി ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 1 1 എസ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏരിയ ഓഫ് ദ ട്രയാങ്കിളാണ് കിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി ഇതാണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ട്രയാങ്കിളുടെ വെർട്ടെക്സ് തന്നാൽ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 1 1 x1 x2 x3 y1 y2 y3. ഇനി ഒരു പോയിന്റ് ഏരിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നിങ്ങളിങ്ങനെ ഏരിയ കാണുമ്പോൾ ചിലപ്പോൾ ഡിറ്റർമിൻ്റെ ആൻസർ നെഗറ്റീവ് വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കണം. ഏരിയ കാണുമ്പോൾ ഇങ്ങനെ ഡിറ്റർമിൻ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ നെഗറ്റീവ് കിട്ടാം. അപ്പോൾ നെഗറ്റീവ് കിട്ടിയാലും പോസിറ്റീവ് കിട്ടിയാലും നിങ്ങൾ ഇതിൻ്റെ ആൻസർ പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കണം. കാരണം ഏരിയ പോസിറ്റീവാണ്. സിൻസ് ഏരിയ ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി, since area is a positive quantity, take absolute value of the determinant. ഏരിയ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നിങ്ങൾ ഡിറ്റർമിൻ്റ് കാണുമ്പോൾ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കിട്ടും. അത് നെഗറ്റീവ് കിട്ടിയാലും പോസിറ്റീവ് കിട്ടിയാലും പോസിറ്റീവ് കിട്ടും. ഇഫ് ഏരിയ ഈസ് ഗിവൺ യൂസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് value for calculation. If we use both positive and negative value for calculation. നിങ്ങൾക്ക് ഏരിയ തന്നാൽ അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ദിസ് ഈക്വൽ ടു ഏരിയ തന്നാൽ അതിൻ്റെ പ്ലസും മൈനസ് കൊടുക്കുക, പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുക ഏരിയ തന്നാൽ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഏരിയ തരികയാണെങ്കിൽ അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിളിന് ഇത് ഈക്വൽ ടു ആ ഏരിയൻ്റെ പ്ലസും മൈനസും എടുത്തിട്ട് ചെയ്യണം. ഏരിയ തരികയാണെങ്കിൽ ഇത് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഏരിയ എന്നെടുക്കണം. ഇപ്പോൾ ഏരിയ 5 ആണെങ്കിൽ ഇത് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 എന്നെടുക്കണം. തന്നാൽ ഏരിയ തന്നാൽ area of triangle formed by 3 collinear points is 0.
നിങ്ങൾ 3 കൊളീനിയർ പോയിന്റ് യൂസ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിളുടെ ഏരിയ കാണുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. അപ്പോൾ ഒരു 3 കൊളീനിയർ പോയിന്റ് വെച്ചിട്ട് നിങ്ങളൊരു ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള പോയിന്റ് ഒരു ട്രയാങ്കിളുടെ ഏരിയ കാണുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ 0 ആയിരിക്കും. ഇത്രയാണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിളിൽ നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇതാണ് ഏരിയ കാണാനുള്ളത്. ഏരിയ തന്നെ പ്ലസും മൈനസ് എടുക്കണം. ഏരിയ കാണാൻ പറഞ്ഞാൽ പോസിറ്റീവ് മാത്രം എടുക്കണം. കൊളീനിയർ പോയിൻറ്റ്സ് ആണെങ്കിൽ ഏരിയ 0 എടുക്കണം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം.